എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവൻ്റെ ഒന്നും ആവശ്യമില്ലാതെ കുക്കറിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. ആദ്യമായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് പോലും അത്രയും ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു കേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ 3/4 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അളവുകളെല്ലാം നമ്മൾ കറക്റ്റ് എടുക്കണം കേട്ടോ. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml ഈ ഒരു കപ്പിൽ 3/4 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറാണ്. ഈ ഒരു കൊക്കോ പൗഡറും മൈദയും കൂടി ചേരുമ്പോൾ 1 കപ്പാണ്. ആ ഒരു അളവിലാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഈ ഒരു പൊടികളെല്ലാം അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പൊടിയൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ആ ഒരു പാത്രത്തിലൊട്ടും തന്നെ വെള്ളമയൊന്നും കാണാൻ പാടില്ല. വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 4 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചൂറ്റി ഇട്ട് കൊടുക്കാം. ഈ ഒരു മുട്ടയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി വേണ്ടത് ഇതുപോലെ പഞ്ചസാര പൊടിച്ചതാണ്. 1 കപ്പ് അളവിൽ പഞ്ചസാരപ്പൊടിയാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ മൈദ അളന്നിട്ടെടുത്ത ഒരു സെയിം കപ്പിൽ തന്നെ മൈദ നമ്മൾ 3/4 കപ്പാണ് ചേർത്ത് കൊടുത്തത്. ആ ഒരു കപ്പിൽ കറക്റ്റ് 1 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ഇത്. പൊടിച്ചെടുത്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ 1 കപ്പ്. അപ്പോൾ 1 കപ്പ് പഞ്ചസാരപ്പൊടി ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ 2-3 തവണയായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് വേണം നമ്മളൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്ത് ഇത് കണ്ടില്ല, ഈ ഒരു കറക്റ്റ് പാകത്തിന് വേണം നമ്മളിത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ ഇതുപോലെ ഈ ഒരു പരുവത്തിനൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു പൊടികളില്ലേ, ആ ഒരു പൊടികൾ ഇതിലേക്ക് ഒരു 3 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു പൊടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് സ്പീഡിലിട്ട് നമ്മളിത് ഇളക്കരുത്. പതിയെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ആ ഒരു പാലും ഒരു 3 തവണയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. വീണ്ടും ഈ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ആ ഒരു പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആ ഒരു പൊടി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു 1/4 കപ്പ് പാലും ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഇതുപോലെ ഒരു കുക്കറിലാണ് കേട്ടോ. നിങ്ങൾക്കിത് ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടികട്ടിയുള്ളൊരു അലുമിനിയത്തിൻ്റെ ചരുവത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ അടികട്ടിയുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ടോ നിങ്ങൾക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുക്കറിലേക്ക് ഡയറക്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കുക്കർ ഒരു 7 ഇഞ്ചോളം വീതിയുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഫുള്ളായിട്ട് നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കുക. കേക്കിൻ്റെ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു കുക്കർ എടുത്ത് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കുക കേട്ടോ. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുക്കറിൻ്റെ ഈ ഒരു മൂടി വെച്ച് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുക്കറിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ ഒരു വിസിൽ ഒരിക്കലും ഈ ഒരു മൂടിൽ ഇടരുത് കേട്ടോ. ആ ഒരു വിസിൽ നമ്മൾ ആദ്യമേ അങ്ങെടുത്ത് മാറ്റുക. വിസിലില്ലാതെ വേണം നമ്മൾ ഇതുപോലെ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലെ ഒരു പഴയൊരു പാൻ എടുക്കുക. ആ ഒരു പാൻ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. നന്നായി ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാനിലേക്ക് നമ്മുടെ ഒരു കുക്കർ ഇതുപോലെ ഒന്ന് മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരുടെയും ആ ഒരു ഫ്ലെയിമൊക്കെ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം വന്നിരിക്കും. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 35 മിനിറ്റ് ആയപ്പോഴത്തേക്കാണ് ഈ ഒരു കേക്ക് ബേക്കായി വന്നത്. ഇനി ഈ ഒരു കേക്കിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് വെച്ച് നമ്മളൊന്ന് കുത്തി നോക്കുക. ആ ഒരു സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അഥവാ നിങ്ങൾ ഇതുപോലൊരു 35 മിനിറ്റ് കഴിഞ്ഞ് ഈ ഒരു കേക്ക് തുറന്ന് നോക്കുമ്പം ഇതുപോലെ സ്റ്റിക്ക് വെച്ച് നമ്മളൊന്ന് കുത്തി നോക്കുന്ന സമയത്ത് ആ ഒരു മാവ് അതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ.
ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. ആ ഒരു പഞ്ചസാര പൂർണ്ണമായിട്ടും ഉരുക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ ഒരു ചൂടൊക്കെ മാറി കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒരു കുക്കർ തണുത്ത് വന്നതിന് ശേഷം ഈ ഒരു സൈഡൊക്കെ നമുക്കൊരു കത്തി വെച്ചിട്ട് പതിയൊന്ന് വിടിയിച്ച് കൊടുക്കാം. കത്തി വെച്ച് പതിയൊന്ന് വിടിയിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് ഈ ഒരു കേക്ക് അങ്ങ് എടുക്കാവുന്നതാണ്. ഈ ഒരു ബട്ടർ പേപ്പറും കൂടി അങ്ങെടുത്ത് കളഞ്ഞേക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മുടെ ഒരു കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കുക്കർ ഞാൻ ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അടിഭാഗത്തൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഒരു മുകൾ ഭാഗം ഞാനൊന്ന് കറക്റ്റ് ഒന്ന് ലെവലാക്കി എടുക്കുകയാണ് കേട്ടോ. ആ ഒരു മുകളിലേക്ക് ഇതുപോലെ നിൽക്കുന്നത് കറക്റ്റ് ഒന്ന് ലെവലാക്കി ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു 3ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഈ ഒരു കേക്ക്. മൂന്നെണ്ണമായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സ്പോഞ്ച് പോലുള്ള കേക്കാണ് കേട്ടോ. ഇത് വെറുതെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. ഇനി നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ആ ഒരു പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളമയൊന്നും കാണരുത്. വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ച് തന്ന് ഉണക്കിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് നല്ല തണുപ്പുള്ള വിപ്പിംഗ് ക്രീം 2 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ പഞ്ചസാരപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി അഥവാ നിങ്ങൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീം മധുരമില്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. 2 കപ്പ് വിപ്പിംഗ് ക്രീം ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ആണ്. നമ്മൾ ഇതിൽ ചെയ്യുന്നത് ചോക്ലേറ്റ് ക്രീമാണ്. ഇനി ഒരു കൊക്കോ പൗഡറിന് പകരം നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ആ ഒരു ചോക്ലേറ്റ് ഗനാഷോ വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചോക്ലേറ്റ് ഗനാഷോ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്രീം ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാത്രം ഇതുപോലെ ഒന്ന് കമത്തി നോക്കുമ്പോഴത്തേക്കും ആ ഒരു ക്രീം ഇങ്ങനെ താഴേക്ക് വരരുത്. നല്ല സ്റ്റിഫായിട്ട് തന്നെ വേണം കേട്ടോ ഈ ഒരു ക്രീം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കേക്ക് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ക്രീം ഈ ഒരു ബോർഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കേക്ക് ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആദ്യത്തെ ഒരു ലെയർ കേക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു കേക്കിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഷുഗർ സിറപ്പില്ലേ, അതിൻ്റെ ഒരു ചൂട് കുറഞ്ഞതിന് ശേഷം ഇതിലൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ആ ഒരു കേക്കിൻ്റെ എല്ലാ ഭാഗത്തുമാരും ഷുഗർ സിറപ്പ് ആകുന്ന രീതിയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ ലെയറിലും നമ്മൾ ക്രീം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എങ്കിലും നമ്മളൊരു കേക്ക് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ, നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ. അതിനുശേഷം അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലെയറിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ക്രീം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ ഈ ഒരു കേക്കും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ക്രീം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് തന്നെ ഒരു ക്രീമിലൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ ക്രീം ആക്കി കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രീമൊന്നും ആക്കി കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഫിനിഷിങ്ങിനായിട്ട് ഈ ഒരു സൈഡും ഈ ഒരു മുകൾ ഭാഗവും ഒക്കെ നമ്മൾ ഒരു സ്പാച്ചിലോ ഒരു സ്ക്രേപ്പറോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം ആ ഒരു സൈഡും മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി ഇതുപോലെ ഞാനൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലൊരു ഡിസൈൻ പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു കേക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4-5 മണിക്കൂറോളം എടുക്കും നന്നായിട്ട് ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കേക്ക് 1 മണിക്കൂറോളം ഫ്രീസറിലേക്കാണ് എടുത്ത് വെച്ച് കൊടുക്കുന്നത്, പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് 1 മണിക്കൂറോളം ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഫ്രീസറിലാണെങ്കിൽ നമ്മളിത് വെക്കുന്ന സമയത്ത് തണുപ്പ് ഒരുപാടങ്ങ് കൂട്ടിയിട്ട് കൊടുക്കരുത്, കുറച്ച് വെച്ച് കൊടുക്കുക. ഈ ഒരു കേക്കിൻ്റെ മുകളിൽ ഞാൻ ഒരുപാട് ഡിസൈൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈനൊക്കെ ചെയ്തിട്ട് എടുക്കണമെങ്കിൽ ആ ഒരു രീതിക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഇഷ്ടമുള്ളൊരു ഡിസൈൻ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഡിസൈൻ വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ ഇതുപോലെ ചുമ്മാ ഒരു ലൈൻ പോലെ വരച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് ഒക്കെ വെച്ചിരുന്നാൽ മതി. കേക്ക് നന്നായി തണുത്ത് വന്നതിന് ശേഷം മാത്രം ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ.
ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഒരുപാട് വിപ്പിംഗ് ക്രീം ഇട്ടങ്ങ് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. ഇതുപോലെ ഇളക്കി കൊടുത്ത് ജസ്റ്റ് നന്നായിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പം നന്നായിട്ട് ഇതുപോലെ ഒരു വിപ്പിംഗ് ക്രീം നമ്മളൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അപ്പം തന്നെ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അളവിൽ ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ചിപ്സ് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇതിന് പകരം നിങ്ങൾക്ക് ഡാർക്ക് കോമ്പൗണ്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി 1 കപ്പ്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പില്ലാത്ത ബട്ടറും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഒരു വിപ്പിംഗ് ക്രീമിന് ചൂടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത ഒരു ചോക്ലേറ്റ് നമ്മൾ ഫുള്ളായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മുടെ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്ന ഒരു കേക്കിലേക്ക് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ബോർഡിലൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു പൊക്കമുള്ളൊരു പാത്രത്തിലേക്ക് നമ്മളൊന്ന് എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. 2 സ്പാച്ചില ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഒരു സ്പാച്ചില മാറ്റേണ്ട. കാരണം ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് നമുക്കിത് കേക്ക് ബോർഡിലേക്ക് വീണ്ടും എടുത്ത് വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ഈസി ആയിട്ട് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കാനും പറ്റും. ഒരുപാട് തണുത്ത് പോയാൽ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് അങ്ങ് കട്ടിയാകാനും തുടങ്ങും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തണുക്കണം. നല്ല ചൂടോട് കൂടിയിട്ട് ഒരിക്കലും ഒഴിക്കുകയും ചെയ്യരുത്. ഒരു ചെറു ചൂട് മാത്രം ഉണ്ടാകുന്ന ഒരു സമയത്ത് നമുക്കൊരു ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ബാക്കിയുള്ള ഒരു ചോക്ലേറ്റൊക്കെ ആ ഒരു പാത്രത്തിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും നമുക്ക് ഈ ഒരു കേക്ക് ബോർഡിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. ഇത് നമ്മളൊരു ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ഇതുപോലൊരു ഡിസൈൻ പോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതെല്ലാം ഇതുപോലെ നമുക്കൊന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വേറെ ഡിസൈൻ ഒന്നും ഞാൻ ഇതിന്റെ മുകളിൽ ചെയ്യുന്നില്ല. ഇതുപോലെ നമ്മുടെ കയ്യിൽ സ്ട്രോബെറി ഉണ്ടെങ്കിൽ സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചെറി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. കുറഞ്ഞതൊരു 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലിരിക്കണം. എന്നിട്ട് നന്നായിട്ട് സെറ്റായി വന്നതിന് ശേഷമാണ് നമ്മളൊരു കേക്ക് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. മാക്സിമം ഒരു 8 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. രണ്ടാമത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്. അത് നമ്മൾ പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഫ്രീസറിൽ വെച്ചതാണ്. ഇനി നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. ആദ്യമായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് പോലും ഇതേ അളവുകളിൽ കറക്റ്റ് നമ്മളെടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കറിൽ നമുക്ക് ഓവൻ ഒന്നും ഇല്ലാതെ ഇതുപോലെ കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.